അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നാളെ നടക്കാനിരിക്കുന്ന വാർഷിക പരീക്ഷ 2-ലെ ദുറൂസുൽ ഇഹ്സാനുമായി ബന്ധപ്പെട്ട കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ കൂട്ടുകാരിലേക്കും മറ്റൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകളും മറ്റു ലിങ്കുകളും മറ്റു ഫയൽസുകളൊക്കെ ലഭിക്കണമെങ്കിൽ താഴെ ഞാൻ കമൻറ്റ് ബോക്സിൽ ഞങ്ങളുടെ വാട്സപ്പിൻ്റെ ചാനലിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് അതിൽ ജോയിൻ ചെയ്യാം. അതോടുകൂടെ തന്നെ 2ാം ക്ലാസ്സിൻ്റെ ക്വിസിൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കാം. പാഠപുസ്തകത്തിലെ എല്ലാ ചോദ്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് തയ്യാറാക്കിയ ക്വിസാണ്. നമുക്ക് ആദ്യ പ്രവർത്തനം നോക്കാം. യോജിച്ചവ ചേർക്കാം എന്നുള്ളതാണ്. യോജിച്ചത് വലതു ഭാഗത്ത് കാണുന്നുണ്ട്, ഇടതു ഭാഗത്ത് കാണുന്നുണ്ട്. അതിൽ നിന്ന് എന്ത് ചെയ്യണം? ഇങ്ങോട്ട് എഴുതിയെടുക്കേണ്ട പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് ഓരോന്നും നോക്കാം. ഒന്നാമത്തത് ഇന്നമ ബുഇസ ഡാഷ്. ഇവിടെ യോജിച്ചത് ഇടതു ഭാഗത്ത് കാണാം. ഏതാണ്? ഇന്നമ ബുഇസ മുഅല്ലിമൻ. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണം കേട്ടോ. പഠിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം കൂടെ പഠിച്ചു വെക്കുക, അതാണ് നല്ലത്. ഏതാണ്? മുഅല്ലിമൻ. ഓക്കെ. 2 കളവ് പറയൽ. കളവ് പറയൽ എന്താണ്? വലിയ അനുഗ്രഹമാണോ? മുനാഫിക്കിൻ്റെ ശീലമാണോ? വൈകി ഉണർന്നാൽ എന്നാണോ? അതോ മിസ്വാക്ക് ചെയ്യണമെന്നാണോ? ശരിയായത് മുനാഫിക്കിൻ്റെ ശീലമാണ് കളവ് പറയുക എന്നുള്ള പ്രവർത്തനം. ഇനി 3 വൃത്തി ഈമാനിൻ്റെ ഡാഷ്. അതിൻ്റെ ഓപ്ഷൻ ഞാൻ ഇതിൽ കൊടുത്തിട്ടില്ല. എന്താ നിങ്ങൾക്കറിയും. ഏതാണ്? വൃത്തി ഈമാനിൻ്റെ ഭാഗമാണ് കേട്ടോ. അതാണ് അവിടേക്ക് എഴുതേണ്ടത്. 4 പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ. എന്താണ് ചെയ്യേണ്ടത്? പല്ലുകൾ വൃത്തിയിൽ സൂക്ഷിക്കാൻ മിസ്വാക്ക് ചെയ്യുക, എന്നാലേ പല്ല് വൃത്തിയാവുകയുള്ളൂ. 5 സുബഹ് നിസ്കാരം ഖളാ ആകും. എപ്പോഴാണ് സുബഹ് നിസ്കാരം ഖളാ ആകുക? വൈകി ഉണർന്നാൽ എന്നാണോ? അതോ നേരത്തെ എഴുന്നേറ്റാൽ? ഏതാണ്? വൈകി ഉണർന്നാൽ എന്ത് ചെയ്യും? സുബഹ് ഖളാ ആകും. 6 ഉറക്കം അള്ളാഹു നൽകിയ ഡാഷ്. വലിയ അനുഗ്രഹമാണ്. ഉറക്കം എന്നത് അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. അപ്പോൾ ആദ്യത്തെ പ്രവർത്തനം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. 2ാമത്തെ പ്രവർത്തനം ഉത്തരം എഴുതുക എന്നുള്ളതാണ്. 1 മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മയുടെയും ഉപ്പയുടെയും പേര്. നിങ്ങൾക്കറിയാമല്ലോ അല്ലേ? എന്താണ് ഉപ്പയുടെ പേര്? അബ്ദുള്ള എന്നാണ്. പിന്നെ ഉമ്മയുടെ പേര് ആമിന ബീവി. ഓക്കെ. 2 സലാം മടക്കുന്നതിൻ്റെ വചനം. അതായത് നമ്മൾ സലാം മടക്കുമ്പോൾ അതിൻ്റെ വചനം ഏതാണ്? പറയലല്ല, മടക്കലാണ് കേട്ടോ. വഅലൈക്കുമുസ്സലാം എന്നാണ് കേട്ടോ. 3 വായന തുടങ്ങുമ്പോൾ എന്ത് ചൊല്ലണം? വായന തുടങ്ങുമ്പോൾ നമ്മൾ വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ, പുസ്തകമോ മറ്റെന്തെങ്കിലും വായിക്കാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്താണ് തുടങ്ങുമ്പോൾ ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലണം. 4 ഇമാം ഷാഫിഈൻ്റെ ഉസ്താദിൻ്റെ പേരെന്ത്? ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എന്നവരുടെ ഉസ്താദിൻ്റെ പേരെന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വലിയ ആദരവ് കാണിച്ചിരുന്ന മഹാനായിരുന്നു ഇമാം ഷാഫിഈ റഹിമഹുല്ലാ തൻ്റെ ഉസ്താദിനോട്. ഉസ്താദിൻ്റെ പേരെന്താണ്? മാലിക്. ഇമാം മാലിക് റഹിമഹുല്ലാ എന്നാണ് ഉസ്താദിൻ്റെ പേര്. അതോടുകൂടെ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ എന്നവരുടെ മറ്റൊരു പേരുണ്ട്. അതേതാണെന്നറിയില്ലേ? മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് കേട്ടോ. 5 സത്യം എന്നാൽ എന്ത്? സത്യം എന്നാൽ എന്താണ്? അതായത് ഒരു കാര്യം ഉള്ളതുപോലെ പറയലാണ് സത്യം കേട്ടോ. 6 നഖം നീട്ടി വളർത്തരുത്. കാരണം എന്താ? നഖം നീട്ടി വളർത്തിയാൽ എന്താണ് സംഭവിക്കുക? അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? ഇല്ല, ദോഷമാണുള്ളത്. എന്താണ് നഖം നീട്ടി വളർത്തിയാൽ സംഭവിക്കുന്നത്? അങ്ങനെ വളർത്തിക്കഴിഞ്ഞാൽ നീണ്ട നഖത്തിനുള്ളിൽ എന്ത് ചെയ്യും? അടിയിൽ ചളി അതിൽ രോഗാണുക്കളുണ്ടാകും.
അതിന് കാരണമാകും നഖം നീട്ടി വളർത്തൽ. അപ്പം നഖം നീട്ടി വളർത്തിക്കഴിഞ്ഞാൽ അതിനിടയിൽ എന്തു ചെയ്യും? രോഗാണുക്കൾ വസിക്കും. ഇനി അടുത്തൊരു പ്രവർത്തനം കൂടെ നോക്കാം. 2 വീതം എഴുതാം. ഈ സന്ദർഭമനുസരിച്ച് ഈ 2 ഉദാഹരണം എഴുതണം. ഒന്ന്, മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. നമ്മൾ മിസ്വാക്ക് ചെയ്തു കഴിഞ്ഞാൽ അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യമാണ് അള്ളാഹു ഇഷ്ടപ്പെടും. മിസ്വാക്ക് ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടും. മറ്റൊന്ന്, ബുദ്ധി കൂടും, നല്ല ബുദ്ധിശക്തി കൂടും. മറ്റൊന്ന്, കാഴ്ചശക്തി കൂടും. വേറെ, വായ വൃത്തിയാകും, നമ്മുടെ വായ വൃത്തിയാകും. ഇതൊക്കെയാണ് മിസ്വാക്ക് ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ. 2 ചോദിച്ചാൽ 2 എഴുതിയാൽ മതി. രണ്ടാമത്തത്, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലെ അള്ളാഹുവിൻ്റെ നാമങ്ങൾ ഏതൊക്കെയാണ്? റഹ്മാൻ എന്നതും അതുപോലെ റഹീം എന്നതും. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ നാമങ്ങളാണ്. ഇനി മൂന്നാമത്തത്, മിസ്വാക്ക് ചെയ്യേണ്ട സമയങ്ങൾ. എല്ലാ സമയത്തും മിസ്വാക്ക് ചെയ്യണോ? പ്രത്യേക സമയങ്ങളുണ്ട്. ഒന്നാമത്തത്, ഉറങ്ങും മുമ്പ്. നമ്മൾ ഉറങ്ങാൻ നിൽക്കുകയാണെങ്കിൽ ഉറങ്ങും മുമ്പ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ഉറക്കിൽ നിന്ന് ഉണരുന്ന ശേഷം മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. അതുപോലെ തന്നെ ഖുർആൻ ഓതും മുമ്പ് അപ്പോഴും മിസ്വാക്ക് ചെയ്യണം. അതുപോലെ വുളൂ ചെയ്യുമ്പോൾ ആ സമയത്തും മിസ്വാക്ക് ചെയ്യണം. ഇങ്ങനെ ഈ സമയങ്ങളൊക്കെ പഠിച്ചു വെക്കുക. 4, നഖം മുറിക്കൽ ഉത്തമമായ ദിവസങ്ങൾ. ഏതൊക്കെ ദിവസങ്ങളിലാണ് നഖം മുറിക്കൽ ഉത്തമമായത്? അതും പഠിച്ചു വെക്കണം. നഖം മുറിക്കുന്ന രൂപവും അതുപോലെ തന്നെ നഖം മുറിക്കുന്ന ദിവസവും ഒക്കെ അങ്ങനെയുള്ളതൊക്കെ എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം കേട്ടോ. നഖം മുറിക്കൽ ഉത്തമമായ ദിവസം വ്യാഴാഴ്ചയും അതുപോലെ വെള്ളിയാഴ്ചയും. വെള്ളിയാഴ്ച രാവിലെയുമാണ്. വെള്ളിയാഴ്ച രാവിലെയും, വ്യാഴം അതുപോലെ തന്നെ വെള്ളിയാഴ്ച രാവിലെയും. ഇനി നമുക്ക് അടുത്ത ഒരു മോഡൽ ചോദ്യം നോക്കാം. കാൽ വിരലുകളിലെ നഖം മുറിക്കേണ്ട ക്രമം. അതായത് താഴെ നിങ്ങൾക്കറിയാം വലതുകാലും ഇടതുകാലും തന്നിട്ടുണ്ട്. ഇത് വലതുകാലാണ്, ഇത് ഇടതുകാലാണ്. അപ്പോൾ ഇതിൻ്റെ എവിടുന്നാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങേണ്ടത്? അത് നമ്പർ ഇട്ടിട്ട് എന്ത് ചെയ്യണം? എഴുതി കൊടുക്കണം. ഓരോ നമ്പർ നമ്മൾ വലത് ഭാഗത്തു നിന്നാണ് തുടങ്ങേണ്ടത് അല്ലേ? നിങ്ങൾക്കറിയാം വലത് ഭാഗം നല്ല വലതിനെ മുന്തിക്കൽ സുന്നത്താണ്. അപ്പോൾ ഇവിടെ നിന്നാണ് 1, 2, അതുപോലെ 3, 4, 5. പിന്നെ ഈ ഭാഗത്ത് ഇടത് ഭാഗത്ത് കാലുമെന്ന് വലത്തെ കാലിൻ്റെ തള്ള വിരലുമെന്നാണ് തുടങ്ങുക. 6, 7, 8, 9, 10. ഓക്കെ. അപ്പോൾ ഈ ക്രമം മനസ്സിലാക്കി വെക്കുക. വലത്തെ കാലിൻ്റെ ചെറുവിരൽ മുതൽ ഇടത്തെ കാലിൻ്റെ ചെറുവിരൽ വരെ ക്രമപ്രകാരം മുറിക്കണം. ഇവിടുന്ന് ഇങ്ങനെ പോയി ഈ രീതിയിലാണ് എന്ത് ചെയ്യേണ്ടത്? മുറിക്കേണ്ടത്. ചിലപ്പോൾ പരീക്ഷയിൽ കാലിന് തരണമെന്നില്ല, കൈ ചിലപ്പോൾ തരും. അപ്പം നിങ്ങൾ അത് എന്ത് ചെയ്യണം? മനസ്സിലാക്കി വെക്കുക. കൈയാകുമ്പോൾ വലത്തെ കൈയിൻ്റെ ചൂണ്ടുവിരലും പിന്നെ അങ്ങനെ വലതു ഭാഗത്ത് ഇങ്ങനെ പോവും ചെറുവിരൽ വരെ. പിന്നെയാണ് തള്ളാവിരൽ മുറിക്കുക. അതിനുശേഷം പിന്നെ ഇടത്തെ കൈയിൻ്റെ തള്ളാവിരൽ മുതൽ ചെറുവിരൽ വരെ, അങ്ങനെയല്ല, ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ മുതൽ തള്ളാവിരൽ വരെ ഇങ്ങോട്ടാണ് മുറിക്കേണ്ടത്. ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം നോക്കാം. പൂർത്തിയാക്കാം എന്നുള്ളതാണ്. വരി പൂർത്തിയാക്കി കൊടുക്കുക. 1, സത്യം നന്മയിലേക്കും നന്മ ഡാഷ്. അത് പാഠഭാഗത്തിൽ സത്യം നന്മയിലേക്കും നന്മ സ്വർഗത്തിലേക്കും എത്തിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഇത് നമുക്ക് 8ാമത്തെ പാഠത്തിലാണുള്ളത് കേട്ടോ. ലാസ്റ്റ് ഭാഗത്ത് കാണാം. അതായത് 23ാമത്തെ പേജിലാണുള്ളത്. 2, നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം ഡാഷ്. എന്താ ചെയ്യേണ്ടത്? നഖം മുറിച്ച ഉടനെ മുറിച്ച സ്ഥലം എന്ത് ചെയ്യണം? കഴുകണം അല്ലേ? ഓക്കെ. അപ്പോൾ മുറിച്ച സ്ഥലം കഴുകേണ്ടതാണ്. 3, പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ ഡാഷ്. എന്താ ഈ കാര്യം? സൂക്ഷിക്കണം. പല്ലുകൾ നാം എപ്പോഴും വൃത്തിയിൽ സൂക്ഷിക്കണം.
4 അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ഡാഷ് എന്താ എഴുതി കൊടുക്കേണ്ടത്? ബറക്കത്ത് ചെയ്യണമേ. അല്ലാഹുവേ എൻ്റെ ഉമ്മത്തിന് രാവിലെ ചെയ്യുന്ന കാര്യങ്ങളിൽ നീ ബറക്കത്ത് ചെയ്യണമേ. 5 ഉറക്കം അല്ലാഹു നൽകിയ വലിയ ഡാഷ് എന്താണ്? അനുഗ്രഹമാണ്. ഉറക്കം അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്. ഇനി അവസാനത്തെ പ്രവർത്തനം കൂടെ പരിചയപ്പെടാം. വേർതിരിക്കാം എന്നതാണ്. 1 നേരത്തെ ഉണർന്നാൽ ലഭിക്കുന്നതും വൈകി ഉണർന്നാൽ ലഭിക്കുന്നതും എന്താണെന്ന് നോക്കാം. അതിൽ ആദ്യം നമുക്ക് നേരത്തെ ഉണർന്നാൽ ലഭിക്കുന്നത് 1 ബറക്കത്ത് ഉണ്ടാകും. ഇതാണ് ബറക്കത്ത് ഉണ്ടാകും. മറ്റൊന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകയാണ്. പിന്നെയോ മറ്റൊന്ന് നേരത്തെ നമുക്ക് എന്ത് ചെയ്യാം? ഉണരാം. അങ്ങനെ കഴിയും. ഇനി നമുക്ക് വൈകി ഉണർന്നാലുള്ള ദോഷങ്ങൾ. 1 ബറക്കത്ത് നഷ്ടമാകും. അതുപോലെ സുബഹ് നിസ്കാരം ഖളാ ആകും. സുബഹ് നിസ്കാരം ഖളാ ആകും. അതുപോലെ ഉണരാൻ വൈകും. ഇതൊക്കെയാണ് വൈകി ഉണർന്നാലുള്ള ദോഷങ്ങൾ. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.